24-ലെ ശ്രീകണ്ഠൻ നായർ CPM വേദിയിൽ വന്ന് പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആ വാചകത്തിൻ്റെ ഒരു സാമ്പിൾ ഡോസ് നമുക്കൊന്ന് കാണാം. നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവുമില്ല. ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു. നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിൽ കാണുമെന്ന്. പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ, അതോ ബംഗാളിയോടൊപ്പമാണോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു, അങ്കിളെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളത്. ഞാൻ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കൊട്ടാരക്കരയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ്. കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇതിൽ പ്രതിയായി. കേട്ടില്ലേ? ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് തൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വ്യാജ പ്രചരണം ഇടതുപക്ഷ പ്രൊഫൈലുകാർ നടത്തി, അതിൽ കൊട്ടാരക്കരയിലുള്ള ഒരു വ്യക്തി ഉൾപ്പെട്ടു എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു.